ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ മീഷോയിൽ നിന്ന് ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു കോംബോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് നൈറ്റ് ഡ്രസ്സ് മേടിക്കണമെന്ന്. അപ്പോൾ ഇത് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഞാനിത് കഴുകിയതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ മേടിക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കഴുകാതെയാണ് ഫസ്റ്റ് ഞാൻ ഇട്ട് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കഴുകിയതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിരുന്നു. ഞാൻ എക്സൽ സൈസാണ് എടുക്കുന്നത് കേട്ടോ എപ്പോഴും. എന്നിട്ട് ഞാനൊന്ന് സൈഡൊന്ന് ആൾട്ടർ ചെയ്തതാണ് ടോപ്പ് മാത്രം. പിന്നെ ഈ 2 ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടോപ്പ് ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് പുറത്തിടാനാണ് മേടിച്ചത്. പക്ഷേ എനിക്ക് ആ ബ്ലാക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതൊരുമാതിരി പോളിസ്റ്റർ പോലത്തെ തുണിയാണ്. മറ്റേതാണെങ്കിൽ പ്യുവർ കോട്ടൺ ആണ്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വീട്ടിൽ തന്നെ നൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ കഴുകിയതിന് ശേഷമാണ് ഞാൻ എപ്പോഴും തുണികൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കോലം ഒന്ന് വരച്ചിടുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാനിങ്ങനെ കോലം വരയ്ക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മറന്നു പോകും, ചില ദിവസങ്ങളിൽ ഇങ്ങനെ വരയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ഇതുപോലെ നമ്മുടെ കാർത്തിക ദീപത്തിൻ്റെ വിളക്കുകൾ, മൺവിളക്കുകൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴുകിയിട്ട് ഉണക്കാനായിട്ട് വെച്ചിരുന്നു എന്ന്. അപ്പോൾ അതൊന്ന് നിഴലിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലൊരു പാഴ്സൽ ബോക്സ് ഞാൻ നോൺ വെജിൻ്റെ അല്ല വെജിറ്റേറിയൻ മേടിച്ചിട്ടുള്ള ബോക്സാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാമല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ ഈസി ആയിരിക്കും. പിന്നെ ഇനി കിച്ചണിലേക്ക് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. അതിന്റെ പാത്രമൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം കൊണ്ട് തീരെ വയ്യ, ത്രോട്ട് ഇൻഫെക്ഷൻ ആയി എന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു കേട്ടോ. ഹെൽത്ത് നന്നായിട്ട് നോക്കണം, സ്ട്രെയിൻ എടുക്കണ്ട, വീഡിയോസ് ഒക്കെ പതിയെ ചെയ്യാം, ഇനിയിപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ടാൽ മതി, ലോങ് വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ കമന്റ്സിലൂടെ എനിക്ക് തന്ന ഒരു സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് പഴയ വീഡിയോസാണ്. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വലിയ സ്ട്രെയിൻ എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം സൗണ്ട് തീരെ ഇല്ലാതെ കാറ്റ് മാത്രം വരുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഭേദമായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചുമയാണ് കുറയാത്തത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര മഞ്ഞാണല്ലോ, എല്ലായിടത്തും പ്രശ്നങ്ങളാണല്ലേ, പനിയും അസുഖങ്ങളൊക്കെ തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ അതാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നെ കൂർക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കൂർക്ക കഴുകാനായിട്ടുള്ളത് യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ചിലർ ചാക്കിനകത്തിട്ടിട്ട് അടിച്ച് ക്ലീൻ ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കൊട്ട കിട്ടുമല്ലോ, അതിനകത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുന്നത് കണ്ടു. ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ മുന്നേ തന്നെ കൂർക്ക എടുത്ത് വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞിട്ട് കൊട്ടയിലിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകാൻ നോക്കിയിട്ട് പറ്റിയില്ല. അത് കുറച്ച് സമയം പോകുന്ന പോലെ തോന്നി. അപ്പം ഞാൻ എന്തായാലും കത്തി കൊണ്ട് ചെറുതായിട്ട് എൻ്റെ സ്കിന്നൊന്ന് ഇളക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് റിമൂവായി കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കുറേ വെള്ളത്തിൽ കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബോക്സിനകത്ത് അടച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ കൂർക്ക കട്ട് ചെയ്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. പക്ഷേ എല്ലാം ക്ലീൻ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. മെഴുക്ക് വരട്ടിക്കാണ് നല്ലത്. ഞാൻ മെഴുക്ക് വരട്ടിയാണ് ചെയ്തത് കേട്ടോ. ഇതിനകത്ത് ചെമ്മീനൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ അച്ചിങ്ങ പയറിനോടൊപ്പം കൂർക്കയിട്ട് മെഴുക്ക് വരട്ടി വെക്കുന്നവരുണ്ട്. ഞാൻ വെറുതെ സവോളയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും സവോളയും കൂർക്കയും കൂടി ഇട്ടിട്ടാണ് മെഴുക്ക് വരട്ടി വെച്ചത്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ കാണിക്കാത്തത്. പിന്നെ വന്നിട്ട് കുറച്ച് മഷ്റൂം മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നൈറ്റ് കഴിക്കാനുള്ള ചപ്പാത്തി ഇല്ല, ഹസ്ബൻഡിന് മാത്രമാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. ഹസ്ബൻഡിന് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടുള്ള ഒരു റോളാണ് ചെയ്ത് കൊടുത്തത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നൈറ്റ് ഒരു ബർഗറിൻ്റെ 2 ബണ്ണ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മഷ്റൂമിൽ എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ബർഗർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ട് ആമിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഷ്റൂം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ സവോള കുറച്ചിട്ടിട്ട് ബട്ടറും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫില്ലിങ് നമ്മുടെ ബർഗർ ബൺസിൻ്റെ ഇടയിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്, പക്ഷേ സക്സസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ആമിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ ബർഗറിൽ ചേർക്കുന്ന സോസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ ഞാൻ അവിടെ മഷ്റൂം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, കുറച്ച് ഗരം മസാല മാത്രം ഇട്ടിട്ടാണ് മഷ്റൂം വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതവിടെ വാടി വരട്ടെ, അതിനിടയിൽ തന്നെ നമുക്ക് ബണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതുപോലെ മേലെ ഈ ബർഗർ ബൺസിന്റെ മേലെ ഈ വെളുത്ത എള്ള് വെച്ചേക്കൂലേ, ആ ഒരു മോഡലാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒരു ബുൾസയും കൂടി ഉണ്ടാക്കി അത് ഈ ബർഗർ ബൺസിന്റെ ഇടയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ബട്ടറിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരിക്കലും വേണ്ട, ചെറുതായിട്ടൊന്ന് ബട്ടറിന്റെ ടേസ്റ്റ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദോശക്കല്ലിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ബുൾസൈ ഉണ്ടല്ലോ, അത് ബുൾസയാണ്, ഓംലെറ്റ് അല്ല. അത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ മഷ്റൂമിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിശ്രിതം അതും വെച്ച് കൊടുത്തിട്ട് ബണ്ണ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞാനൊരു ചീസ് ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ദോശക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. എന്നാലാണ് ആ ഒരു ചീസൊക്കെ നന്നായിട്ട് ഉരുകി അതിലേക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് ഗരം മസാലയൊന്നും ഇട്ടിട്ടില്ല, കുറച്ചാണ് ഇട്ടത്. കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആമിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് നമുക്ക് മഷ്റൂമിന് പകരം വെജിറ്റബിൾസോ അല്ലെങ്കിൽ പനീറോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സോസും മയനൈസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതേ നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളിൽ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയേക്കുവാണ്. പിന്നെ എക്സാമിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് ഈവനിങ് വരെ ക്ലാസ് ഉണ്ട്. അതായത് നെക്സ്റ്റ് ഡേയിലത്തേക്കുള്ള എക്സാമിൻ്റെ റിവിഷനും കൂടി ചെയ്യും അവർ. പിന്നെ ആമി സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതേ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുടി വെട്ടിയായിരുന്നു കേട്ടോ. ഞാൻ മെയ് മാസവും ഡിസംബർ മാസവും വെക്കേഷൻ ടൈമാണ്, ലോങ് വെക്കേഷൻ ആണല്ലോ, ആ സമയത്ത് മാത്രമാണ് ഞാൻ മുടി വെട്ടുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം പോയിട്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫും ഉണ്ട്. അപ്പോൾ എന്തായാലും മുടി ഒന്ന് ഷോൾഡറിൻ്റെ തൊട്ട് താഴത്തേക്ക് വെച്ചിട്ട് വെട്ടാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുറേ അങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് വാല് പോലെയാണ് മുടി കിടന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വിജയ മാളിലാണ് പോകുന്നത്, നെക്സസ് വിജയ മാളിലാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ക്രോക്സിൻ്റെ ചെരുപ്പ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ വന്നത് വേസ്റ്റ് ആയി എന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ വിചാരിച്ചത് ഇവിടെ എല്ലാ മോഡലും ഉണ്ടായിരിക്കും എന്നാണ്, പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാ കളക്ഷൻസും ഇല്ല കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഡിസംബർ സമയമാകുമ്പോൾ മാളിലൊക്കെ കാണുന്ന ഡെക്കറേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ കാണാനായിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ VR മാളിൽ മാത്രമാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ നെക്സസ് വിജയ മാളിൽ ക്രിസ്മസ് സമയത്ത് വരുന്നത് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നേ കാണാനൊക്കെ. അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റീത്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കണ്ടു. പിന്നെ അതേ അവിടെ ക്രിസ്മസ് സ്റ്റാളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. ഞങ്ങളങ്ങനെ മാളിലൊന്നും പോയിട്ട് വലുതായിട്ട് ഷോപ്പിംഗ് ചെയ്യത്തില്ല. കാരണം അത്യാവശ്യം റേറ്റ് കൂട്ടിയാണ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. കൂടുതലും ജ്വല്ലറി ഐറ്റംസ് ആണ് ഇവിടെ കണ്ടത്. ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. ഇത് വീക്കെൻഡ് ആണെങ്കിലും നല്ല കൂട്ടമായിരുന്നേനെ. അപ്പോൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി വീഡിയോസൊക്കെ ഇന്ന് എടുത്തതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാള് പോലെ ഇരിക്കും ഈ വിജയ മാള് കാണാനായിട്ട്. നമ്മുടെ VR ചെന്നൈ മാള് വളരെ ചെറുതാണ് കേട്ടോ. ചെറിയൊരു മാളാണ്. നമ്മുടെ ട്രാവൻകൂർ മാള് പോലത്തെ തീരെ ചെറുതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ചും കൂടി വലുതാണ്. അങ്ങനെ ഇവിടുത്തെ ക്രോക്സിൽ കയറിയപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഒരെണ്ണം VR മാളിൽ നേരത്തെ കണ്ടു വെച്ചേക്കുന്നതാണ്. അപ്പോൾ പുള്ളി അത് നോക്കിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആൾക്കാർക്കുള്ള മോഡൽ ഒത്തിരി കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ലേഡീസിൻ്റെ മോഡൽ. പക്ഷേ ഹസ്ബൻഡ് പറയും നമുക്ക് ഇവിടെ നിന്ന് എടുക്കണ്ട, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ VR മാളിൽ തന്നെ പോകാമെന്ന്. ശരിക്കും പറയാൻ ഇവിടെ വന്നത് വേസ്റ്റ് ആയി എന്നാണെങ്കിൽ പറയാം. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഫിഷ് ആൻഡ് പ്രോണിൽ കയറി. ഫിഷ് ആൻഡ് പ്രോണിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ക്രസന്റ് ഗ്രൂപ്പിന്റെ ഹോട്ടലുകാർ നടത്തുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. നല്ല ഭക്ഷണമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആഹാരം. കാരണം ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള മീൻകറിയും ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള മീൽസാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നമ്മൾ കോട്ടയം കഫേയിൽ പോകാറുണ്ട്, അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടയം സ്റ്റൈലിലുള്ള ആഹാരമാണ്. നമ്മൾ
നമ്മൾ വീട്ടിൽ എത്ര വെച്ചാലും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആമിക്ക് രാവിലെ ലഞ്ച് കൊടുക്കണ്ടായിരുന്നു. ആമിക്ക് സ്കൂളിൽ നിന്ന് തന്നെ ലഞ്ചുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ലഞ്ച് വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, നമുക്ക് ലഞ്ചിന് കിട്ടുന്ന ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി തരുവേ. അത് നല്ല ടേസ്റ്റാണ്. കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ചിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തി. പിന്നെ അഡീഷണൽ ആയിട്ട് ഞങ്ങളൊരു പ്രോൺ ഫ്രൈയും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ച നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻ കറി, പിന്നെ പരിപ്പ്, മോരുകറി, രസം, അതൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു തോരൻ കാണും. ഇത്തവണ നമുക്ക് കോവയ്ക്ക തോരനാണ് കിട്ടിയത്. അപ്പോൾ പപ്പടത്തിന് പകരം അപ്പളമാണ് ഉള്ളത് കേട്ടോ. ഹസ്ബൻഡ് ആണെങ്കിൽ പിന്നെ ഒരു ആവോലി പൊള്ളിച്ചത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇത് കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പൊള്ളിച്ചത് മേടിക്കുന്നത്. കരിമീൻ പൊള്ളിച്ചതുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇവർ കരിമീൻ എന്ന് പറഞ്ഞു തരുന്നത് സിലോപ്പി മീനാണ്. ചെന്നൈയിൽ അങ്ങനെ കരിമീൻ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹോട്ടലിൽ പോയിട്ട് നമുക്ക് കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞ് തരുന്ന മീൻ പക്ഷേ സിലോപ്പി മീനായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അത് മേടിച്ചില്ല. പകരം ആവോലിയാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു അരപ്പൊക്കെ കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു പാലട പായസം മേടിച്ചായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ലാസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് നേരെ ഞങ്ങളിത് VR മാളിൽ വന്നിട്ട് ഇവിടുത്തെ ക്രോക്സിൽ കയറി. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു മോഡലാണ് എടുത്തേക്കുന്നത്. അത് കുറച്ചും കൂടി നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാണെന്നാണ് പറഞ്ഞത്. അടിയിൽ റബ്ബർ ഗംസ് പോലെയാണ് വെച്ചേക്കുന്നത്. ക്രോക്സിലുള്ള ചെരുപ്പ് അത്യാവശ്യം നല്ല റേറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഹസ്ബൻഡിൻ്റെ എടുത്ത റേറ്റ് ഇപ്പോൾ മേടിച്ചേക്കുന്നത് 8,000 ആയിട്ടുണ്ട്. നേരത്തെ കിടന്നതാണ് ആ ബ്ലൂ ചെരുപ്പ്, അത് 5,000 എന്താണ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കാലിൽ കിടക്കുന്ന ഈ ചെരുപ്പ് വേണ്ട, ഇത് ഞാനൊരു 3 വർഷം മുന്നേ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാൻ ഈ ചെരുപ്പൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് അങ്ങനെ ചെരുപ്പൊന്നും നശിപ്പിച്ച് കളയത്തില്ല. മാക്സിമം ചെരുപ്പ് യൂസ് ചെയ്ത് കളയുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 വർഷം കൊണ്ടേ ഞാൻ ആ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡാണ് പറഞ്ഞത് എനിക്കും കൂടി ഒരു ക്രോക്സ് മേടിച്ച് തരാമെന്ന്. അപ്പോൾ എനിക്ക് എടുത്തേക്കുന്നതും 5,000 ആയി. അപ്പോൾ ഞാൻ കുറേ മോഡലൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഒരു പീച്ച് കളറിലുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂ ഒക്കെ ഇട്ട് നോക്കി, വയലറ്റ് പോലത്തെ കളറൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പീച്ച് കളറിൽ തന്നെ പിങ്ക് പോലത്തെ കളറിൽ വരുന്ന ഡിസൈൻ വരുന്ന ഒരു മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ മേലെ വെക്കാനുള്ള ജിബിറ്റ്സും കൂടി മേടിക്കണം. അപ്പോൾ അത് വേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നമുക്ക് മേടിക്കാം. നമ്മൾ ജിബിറ്റ്സ് എടുത്തപ്പോഴത്തേക്കും 2 എണ്ണം ഒരേ റേറ്റിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഫ്രീ. അത് ഇപ്പോഴത്തെ ഓഫറാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഈ ജിബിറ്റ്സിനൊക്കെ നല്ല റേറ്റാണ്. ഒരെണ്ണത്തിന് തന്നെ 350 450 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ആമിക്കും കൂടി എടുത്തിട്ടുണ്ട്. ആമിക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മാക്സിൽ നിന്നാണ് ക്രോക്സ് പോലത്തെ ക്ലോക്സ് മോഡൽ എടുത്തതെന്ന്. അപ്പോൾ അവളുടെ ചെരുപ്പിൽ വെക്കാനുള്ള ജിബിറ്റ്സും മേടിച്ചു. പിന്നെ എനിക്ക് 2-3 എണ്ണം എടുത്തു. പിന്നെ ഹസ്ബൻഡിന് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബാക്കിയുള്ള ചെരുപ്പൊക്കെ നോക്കുവാണ്. അവരുടെ ബെസ്റ്റ് സെല്ലിങ് ചെരുപ്പുകളാണ് ഈ മോഡലൊക്കെ. ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യുന്ന ചെരുപ്പാണ് കേട്ടോ. ക്രോക്സിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആദ്യമൊക്കെ ഇത് ഇറങ്ങിയ സമയത്ത് കോമൺ മാനൊന്നും അധികം യൂസ് ചെയ്യാതിരുന്ന ചെരുപ്പാണ്, കാരണം റേറ്റ് കാരണം കൊണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. റേറ്റ് കൊടുത്താലും അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ആരും റേറ്റ് നോക്കാതെ ക്രോക്സ് എടുക്കുന്നവരാണ്. അപ്പോൾ ക്രോക്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫാനായി മാറുമെന്നും പിന്നെ നമ്മൾ വേറെ ഒരു ബ്രാൻഡിലേക്കും പോവില്ല എന്നൊക്കെയാണ് കേട്ട് കേൾവി. അപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ക്രോക്സ് ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി കംഫർട്ടായിട്ട് തോന്നി. റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായി. പക്ഷെ എന്നാലും എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. നമ്മൾ ഏത് സാധനവും എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നു എന്നുള്ളതിലല്ലേ കാര്യം, നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. എൻ്റെ കാലിൽ ആദ്യം കിടന്ന ഒരു ബ്ലാക്ക് ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് 450 രൂപയുടെ ചെരുപ്പാണ്. 3 വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാധനം പൈസ കൊടുത്ത് മേടിച്ചാലും നമ്മളത് മാക്സിമം സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. നിങ്ങളിൽ ആരെങ്കിലും ക്രോക്സ് ലവേഴ്സ് ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ നേരത്തെ ശരവണ സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ട്. ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ അന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ് ഒരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത്. ക്രിബൊക്കെ നല്ല വലുതായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നേക്കുന്നത് ഞങ്ങൾക്കൊരു ക്രിസ്മസ് ട്രീ മേടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രിസ്മസ് ട്രീയുടെ സൈഡിലുള്ള സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ശരവണയിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ള അതിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തറയിൽ നന്നായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു വലിയൊരു ക്രിസ്മസ് ട്രീ വേണമെന്നാണ്. ഹസ്ബൻഡിനാണ് വലുത് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരുപാട് ഹൈറ്റ് വേണ്ട, മീഡിയം ഹൈറ്റ് മതി എന്ന് പറഞ്ഞിട്ട് വന്നു.
പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ക്രിസ്മസ് ട്രീ ഒന്നും നല്ലത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ എന്തായാലും ക്രിസ്മസ് ട്രീ എടുക്കുന്നില്ല. പക്ഷേ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലേ, എല്ലായിടും ഒന്ന് ചുറ്റി കാണുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 5th ഫ്ലോറിലാണ് വന്നേക്കുന്നത്. 5th ഫ്ലോറിലാണ് ഗ്രോസറീസും വെജിറ്റബിൾസും അതുപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കാതെ വരുന്നില്ലേ. അപ്പോൾ വന്ന് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും എല്ലാം ഒന്ന് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു. ഞാൻ 1-2 ബനാന ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഹെയർ എക്സ്റ്റൻഷൻ്റെ സെക്ഷനാണ്. പിന്നെ കമ്മൽ, വള, മാല, അതിൻ്റെയൊക്കെ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ അറിയാത്തൊരവസ്ഥയാണ്. പിന്നെ അതേ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ വിൽക്കാനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് എല്ലാ പ്രാവശ്യത്തേക്കാളും കളക്ഷൻസ് ഒത്തിരി കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ക്രിബൊക്കെ തീരെ ചെറുതൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് പാപ്പയുടെ ഒരു തൊപ്പി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു മൗസ് മേടിക്കണമായിരുന്നു. പുള്ളിക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന മൗസ് കേടായി പോയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനത്തെ വൈറ്റ് കളറിലുള്ള ഇത്രയും വലുതിന് 5200 ആണ്. അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയോണ്ട് എടുത്തിട്ടില്ല. കാരണം അതിനകത്ത് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. വെറും ട്രീക്കാണ് 5200 രൂപ. അത് വേണ്ടാന്ന് വെച്ചേട്ടാ. അങ്ങനെ എന്തായാലും അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. നേരെ വന്നിട്ട് ഫ്രണ്ടിലത്തെ പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ്. ശരവണ സ്റ്റോറിൽ 9 നിലയാണ് ഉള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏറ്റവും താഴെ ജ്വല്ലറി ഐറ്റംസ്, പിന്നെ തുണികളുടെ സെക്ഷൻ, കുട്ടികളുടേത്, വലിയ ആൾക്കാരുടേത്, അങ്ങനെ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഫർണിച്ചർ. ശരവണയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വരാം. വീട്ടു സാധനങ്ങളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ശരവണയിലാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് പോകാനായിട്ട് അതാണ് എളുപ്പം. പിന്നെ ആമി വൈകുന്നേരം സ്കൂൾ വിട്ട് 4 മണിക്ക് എത്തി. അതിനിടയിൽ തന്നെ നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓടിക്കതച്ചാണ് വന്നത് വീട്ടിലേക്ക്. പെട്ടെന്ന് സ്പീഡിലാണ് വന്നത് കേട്ടോ. നേരെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ആമി ഇതേ സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ അവൾക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ സ്കൂളിൽ സെലിബ്രേഷനും കഴിഞ്ഞു. ആമിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ആമിയും കൊണ്ട് പിന്നെ അടുത്ത ഷോപ്പിങ്ങിന് പോയേക്കാണ്. ഇതും ശരവണ സ്റ്റോറിലെ ഫർണിച്ചർ സെക്ഷനാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കടയാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഫർണിച്ചർ ശരവണ ലെജൻസ് ആണ്. അപ്പോൾ അവിടെ ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിലും ഇത് ഫർണിച്ചറിന് വേണ്ടിയിട്ട് മാത്രമുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ്. പിന്നെ കിച്ചണിലെ ക്ലീനിങ് ഐറ്റംസ് ഉള്ളതും, പിന്നെ എന്താണ് കട്ടില്, മേശ, പിന്നെ ചെയർ, അലമാര, അങ്ങനെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ കുറച്ചും കൂടി അധികം കളക്ഷൻസ് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ആമി സ്കൂൾ വിട്ട് വരുന്നതുകൊണ്ട് നേരെ അവിടെ നിന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ ആമിയെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നമുക്കൊരു സോഫ എടുക്കണം. നമുക്ക് സോഫ കം ബെഡാണ് വേണ്ടത്. സോഫയായിട്ടും അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുള്ളതാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ 1-2 മോഡൽസേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വുഡ് ടെക്സ്ചറിലുള്ളത് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ നമുക്കൊരു ഡൈനിങ് ടേബിൾ വേണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കുറേ നാളായി, ഏകദേശം ഒരു 1.5 വർഷമായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ അതിൻ്റെ കാലൊക്കെ പോയി ആടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പുതിയതൊരെണ്ണം പൈസ കിട്ടുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നേക്കുവാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഇയർ എൻഡ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫർണിച്ചറുകൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് നടത്തിയൊരു ഡേ ആണെന്ന്. മിക്കവാറും നമ്മൾ ഈ ഡിസംബർ മാസമാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 5 വർഷമാണ് ആവുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ സാധനങ്ങൾ മേടിക്കുന്നതേ ഉള്ളൂ. വീട് വെച്ച സമയത്ത് അപ്പോഴത്തെ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ മേടിച്ചെങ്കിലും പിന്നീട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ മേടിക്കാനായിട്ട് നമുക്ക് പിന്നീടാണ് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലുള്ളൊരു കട്ടിലുണ്ടല്ലോ, അത് ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് മേടിച്ചത്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് സോഫയും ഡൈനിങ് ടേബിളും എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഞാൻ എടുത്തതെന്നുള്ളതൊക്കെ വരുന്ന വ്ളോഗ്സിലൊക്കെ കാണിക്കാമേ. പിന്നെ സന്തോഷ് സ്റ്റോറിലേക്ക് വന്നേക്കുന്നത് നമുക്ക് ശരവണയിൽ നിന്നുള്ള ഒരു ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും സന്തോഷ് സ്റ്റോറിൽ വന്നിട്ട് ഇവിടെ നിന്നുള്ള ക്രിസ്മസ് ട്രീ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെന്നൈയിലിരുന്നിട്ട് സന്തോഷ് സ്റ്റോറിലേക്ക് ഈ ക്രിസ്മസ് സമയത്ത് വരുന്നത്. കാരണം നമുക്ക് ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. എപ്പോഴും നമ്മൾ നേരെ പോകുന്നത് ശരവണ സ്റ്റോറിലേക്കാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒത്തിരി കളക്ഷൻസും ഉണ്ട്. മാത്രമല്ല റേറ്റും നല്ല കുറവായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത, റേറ്റ് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം അതിനകത്ത് തന്നെ ഡെക്കറേഷൻ സാധനങ്ങളും അതുപോലെ ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സന്തോഷ് സ്റ്റോറിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഷോപ്പിലാണ് ഈ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഇറങ്ങി സ്റ്റോറിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് കേട്ടോ. കണ്ട് നമുക്ക് എന്തെടുക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ. അത്രയ്ക്കും കളക്ഷൻസ്. പിന്നെ സ്റ്റാറും
അങ്ങനെ വേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ ക്രിസ്മസ് പ്രമാണിച്ച് അവർ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ ഷോപ്പ് ചെയ്തേക്കുന്നത് പുറത്തോട്ടൊക്കെ. അപ്പോൾ അണ്ണാനഗറിലൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് ക്രിബും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ചോ? നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ? എനിക്കിങ്ങനെ ഈ സമയത്ത് വീടൊക്കെ അലങ്കരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചെന്നൈയിൽ ക്രിസ്ത്യൻസ് മാത്രമാണ് ക്രിസ്മസ് ആഘോഷിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലിംസും അങ്ങനെ ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കാറുണ്ടല്ലേ. അപ്പം ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ ക്രിസ്മസിന് നോൺ വെജ് ഒക്കെ മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ പുൽക്കൂട് സെറ്റ് ചെയ്യലും അതുപോലെ ക്രിസ്മസ് ട്രീ വെക്കലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ചെന്നൈയിൽ വന്നതിന് ശേഷവും അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങൾ ചെയ്യാറുണ്ട്. സ്റ്റാർ ഇടാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഇത്തവണ നമുക്ക് സ്റ്റാർ ഇടാനുള്ളൊരു സൗകര്യം ഇല്ല. നമ്മൾ സാധാരണ ഫ്രണ്ട് പോർഷനിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ സ്റ്റാർ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീടിനുള്ളിൽ നല്ലൊരു ക്രിസ്മസ് ട്രീ തന്നെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ക്രിസ്മസ് ട്രീ എടുത്ത്, പിന്നെ ഈ ഷോപ്പിലാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. നല്ല റേറ്റ് കുറവായിട്ടാണ് തോന്നിയത്. 60 രൂപ, 80 രൂപ, 100 രൂപയ്ക്ക് താഴെയുള്ള സാധനങ്ങൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 3 വർഷം മുന്നേ ക്രിസ്മസ് പപ്പയുടെയൊക്കെ ഒരു സാധനം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ക്രിസ്മസ് പപ്പയെ കാണാനില്ല. അപ്പോൾ എന്നോട് ഷബാനയാണ് കമൻറ്റ് ചെയ്തിരുന്നത്, ചേച്ചി വീട്ടിലൊക്കെ നോക്കിയാൽ എവിടെയെങ്കിലും കാണുന്നു. അപ്പം ഞാൻ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിക്കാമെന്ന് കരുതി. പിന്നെ എനിക്കിത് ഈ ഒരു സ്നോമാനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വലിയ കാര്യത്തിൽ എടുത്ത് വെച്ചിരുന്നപ്പോൾ ആമിയാണ് എന്നോട് പറഞ്ഞത് അതിന് കണ്ണുമില്ല, അതിൻ്റെ കഴുത്തിലിരിക്കുന്ന ആ സംഭവം ഇളകി പോവുകയും ചെയ്തു എന്ന്. പിന്നെ വേറൊരെണ്ണം മാറ്റിയെടുത്തു. പിന്നെ കുറേ ബോൾസും ഗിഫ്റ്റും ബെൽസും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ച ഒരു ക്രിസ്മസ് സമയമാണിത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഈ സമയത്ത് ഞങ്ങൾക്ക് സോഫ എടുക്കാനും ഡൈനിങ് ടേബിളൊക്കെ എടുക്കാനൊക്കെ പറ്റുമെന്ന്. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഈ അഫ്കോഴ്സ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഇതും ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങളിത് എടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് താഴെ ഒരു ലൈറ്റ് വെക്കുന്ന ഒരു പോർഷനിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ വേറെ മാറ്റിയെടുക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു ലൈറ്റിൻ്റെ സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ വീട്ടിൽ പോയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്തായാലും വേണമെന്ന് തന്നെ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തത് കേട്ടോ. ഇത് വീട്ടിലെത്തിക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. ഞാനാണ് ബാക്കിലിരുന്നത് പിടിച്ചുകൊണ്ട് നിന്നത്, ആമി ഫ്രണ്ടിലാണ് ഇരുന്നത്. പിന്നെ അവർ കഷ്ടപ്പെട്ടാണ് ഇത് ഇങ്ങനെ പേസ്പോർട്ട് കവറിലൊക്കെ ആക്കി തന്നത് കേട്ടോ. അപ്പോൾ അതേ ക്രിസ്മസ് ട്രീയുടെ താഴെ വരുന്നൊരു പോർഷൻ കണ്ടോ. സാധാരണ എല്ലാ ക്രിസ്മസ് ട്രീക്കും ലെഗ് ആണല്ലോ വരുന്നത്, കാലുകളല്ലേ വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. അങ്ങനെ അതൊരു ടേബിൾ ലാമ്പിലൊക്കെ വെക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ ഞങ്ങൾക്ക്. പിന്നെ അതിനകത്ത് തന്നെ ചെറിയും പിന്നെ പൈനിൻ്റെ കായുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റൊക്കെ അതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന സംഭവമുണ്ട്. 3 മോഡിൽ ഇത് പ്രവർത്തിക്കും. ഞങ്ങൾക്കിത് അന്ന് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. വേറൊരു ദിവസമാണ് ഇത് കണ്ടുപിടിച്ചത്. അതും ആമി തന്നെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ പപ്പാനിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ചെറിയൊരു റീത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ക്രിസ്മസ് ട്രീയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ റീത്തൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ടത് നമ്മുടെ ഡോറിലല്ലേ. അപ്പം ഞാൻ ഇത്തവണ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തന്നെ തൂക്കിയിട്ടു. പിന്നെ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇനി നമുക്ക് നേരെ വേഗം സിനിമയ്ക്ക് പോകണം. 8 മണിക്ക് നമുക്ക് സിനിമയ്ക്ക് പോകണം. പടയപ്പ റിലീസ് ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പം അങ്ങനെ ഇത് ഓടി വന്നേക്കാണ്. December 13 ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഓൾറെഡി രജനീകാന്തിന്റെ ബർത്ത്ഡേയുടെ അന്ന് പോയി കണ്ടതാണ്. ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ വന്ന് സിനിമയൊക്കെ കണ്ടു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ രജനീകാന്തിന്റെ സിനിമയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ വ്ളോഗ് കണ്ട് ഫുൾ വൈബായിരുന്നു കേട്ടോ. ഒത്തിരി ഫാമിലി ആൾക്കാരെയൊക്കെ കണ്ടു. ലേഡീസൊക്കെ അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിച്ചത്. ഹസ്ബൻഡൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ രോഹിണി തിയേറ്ററിൽ വന്നാലേ നമുക്ക് ഈ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. പടയപ്പ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ പലരും അതിശയിക്കും, ഞാൻ അങ്ങനെ സിനിമയൊന്നും മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ സിനിമ കാണാൻ വരുന്നത് കൊണ്ട് എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് ഹസ്ബൻഡിനാണ്. കാരണം എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ലേറ്റായിട്ട് നടക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നും. നമ്മുടെ രാവണപ്രഭു സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ റിലീസ് ചെയ്ത സമയത്ത് എല്ലാവരും പറയുന്നതും അങ്ങനെ തന്നെയാണ്. അന്നത്തെക്കാളും ഒരുപാട് എൻജോയ് ചെയ്താണ് പഴയ വയസ്സായ ആളുകൾ ഇപ്പോഴും ഈ സിനിമ കാണുന്നതെന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതിലൊരാളാവാൻ എനിക്കും സാധിച്ചതിൽ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഡേ സെലിബ്രേഷനൊക്കെ വളരെ
സിമ്പിളായിട്ടാണ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള വ്ളോഗ്സായിട്ടാണ് ഇനി വരാനായിട്ട് പോകുന്നത്. നമ്മൾ തിരികെ വരുന്ന വഴിയിൽ പോത്തീസ്, നമ്മുടെ പാടി ശരവണയുടെ നേരെ ഓപ്പോസിറ്റാണ് പോത്തീസ് വരുന്നത്. അപ്പോൾ അവിടെ പുതിയ പോത്തീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നാളെ രാവിലെ ഓപ്പൺ ആവും. 14th ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഞങ്ങൾ നൈറ്റ് തന്നെ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12:30 അപ്പോൾ നൈറ്റ് തന്നെ അവർ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവഴി വരുമ്പോഴൊക്കെ നോക്കും ഇങ്ങനെ എപ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നതെന്ന്. അപ്പോൾ ഞങ്ങളാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷമുള്ള, നല്ല ബിസി ആയിട്ടുള്ളൊരു ഡേ ആണെങ്കിൽ പോലും അതിലും ഞങ്ങൾ ഒത്തിരി സന്തോഷം കണ്ടുപിടിച്ച, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.